വയനാട്ടിലെ ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷയുടെ മുന്നണികൾ. ജില്ലാ പഞ്ചായത്തിലടക്കം ഭരണം പിടിക്കുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഇടതിന്റെയും വലതിന്റെയും കണക്കുകൂട്ടൽ തെറ്റിക്കുമെന്നാണ് NDAയുടെ അവകാശവാദം. ഉയർന്ന പോളിംഗ് ശതമാനം മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നതാണ്. പോളിംഗ് ശതമാന വർധനവിലെ ഏറ്റക്കുറച്ചിലുകളിലാണ് ഇനി മുന്നണികളുടെ കണക്കുകൂട്ടൽ. 2015 തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ 80% മുകളിൽ എത്തിയിരുന്നു പോളിംഗ് ശതമാനം. അന്ന് ജില്ലാ പഞ്ചായത്തിൽ ഒഴികെ LDFന്റെ മുന്നേറ്റമായിരുന്നു. എന്നാൽ ഇക്കുറി ജില്ലാ പഞ്ചായത്ത് ഭരണവും പിടിക്കുമെന്ന തീരുമാനത്തിലായിരുന്നു ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പോളിംഗ് ശതമാനത്തിൽ കണ്ണുവയ്ക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസ് വെന്നിക്കൊടി പാറിക്കുമെന്ന തരത്തിലാണ് UDF പ്രചരണം നടത്തിയത്. പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാവുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. നരേന്ദ്രമോദി സർക്കാരിന്റെ ക്ഷേമ പെൻഷനുകളും പദ്ധതികളും വനവാസികളടക്കമുള്ളവർ ഏറ്റെടുത്തതിന്റെ ഫലം NDAയ്ക്ക് ലഭിക്കുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. എന്നാൽ വയനാട്ടിൽ LJDയുടെ കൂറുമാറ്റം LDFനും LJDക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LJD കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ പല ജില്ലകളിലും തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇടതുമുന്നണിക്ക് സാധിക്കും. കഴിഞ്ഞ തവണ LJDയുടെ കൂറുമാറ്റമാണ് കൽപ്പറ്റ നഗരസഭയിലടക്കം LDFന് ഭരണം നഷ്ടമാക്കിയത്. ഇത്തവണ LJD ഒപ്പം വന്നത് ഗുണമാവുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. മൂന്ന് മുന്നണികളും പോളിംഗ് ശതമാനത്തിലാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. പോളിംഗ് ശതമാനത്തിലെ വർധനവ് ആർക്ക് ഗുണമാവുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ജനം, വയനാട്.